മഹാരാജ് അങ്ങ് വിശ്വഗുരു ആനന്ദ് തഖോരി മഹാരാജ് എന്ന് പേരിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? എനിക്ക് പേരിട്ട ആരാ എനിക്ക് പേരിട്ടെ? ഈ ശരത്തിന് പേരിട്ട ആരാ? എൻ്റെ അച്ഛനും അമ്മയും. അല്ല, എൻ്റെ അച്ഛനല്ലല്ലോ, എൻ്റെ അമ്മയല്ലല്ലോ, നാട്ടുകാരും അല്ലല്ലോ. ആണോ? എനിക്ക് പേരിട്ട ആരാ? എൻ്റെ അച്ഛനും അമ്മയും. അപ്പൊ എനിക്കൊരു പേരില്ല എന്ന് എൻ്റെ പരമമായ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഗുരുദേവൻ അവർ പറഞ്ഞു തന്നു. ഞാൻ അനാമികയാണെന്ന്, പേരില്ലാത്തവനാണെന്ന്. പിന്നെ എന്നെ എങ്ങനെ വിളിക്കും? എൻ്റെ ഗുരുവിട്ടൊരു പേരുണ്ട്, ആനന്ദ്. എൻ്റെ മിഷനെ പ്രചരിപ്പിക്കാൻ ആനന്ദം എൻ്റെ സ്വരൂപമല്ലേ. അതെനിക്കിട്ട പേരെന്ന് വെച്ചാൽ എൻ്റെ സ്വരൂപത്തിനിട്ട പേരാണ്. പേരില്ലാത്ത സ്വരൂപത്തിനിട്ട ഒരു പേരാണ് ആനന്ദ് എന്നുള്ളത്. എൻ്റെ പ്രവൃത്തിയാണ്, അല്ലെ എൻ്റെ പരമ്പരയാണ് അഘോരി മഹാരാജ്. വിശ്വഗുരു എന്ന് ഞാൻ എനിക്കിട്ട പേരാടേ. എന്താ എനിക്ക് പിന്നെ വേറെ ആര് പേരിടും? നീ ഇടുവോ? എനിക്ക് ഞാൻ പേരിടും. എന്നെ ആര് അംഗീകരിക്കും? ഞാൻ അംഗീകരിക്കും. വേറെ ആരെങ്കിലും അംഗീകരിക്കണം ഞാൻ പറഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറയും. ഞാൻ തോന്നിവാസിയല്ലേ. ഇതിനെയൊക്കെ സ്വീകരിക്കണോ ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കണമെന്നോ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നോ ഒന്നും ഞാൻ ആരോടും പറയാറില്ല. ഉണ്ടോ? ഉണ്ടോ? ഞാനിതൊക്കെ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഞാനതിൽ ജീവിക്കുന്നു. എൻ്റെ അഭിപ്രായം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം നിന്നെ സംബന്ധിച്ചോ. അതൊക്കെ നിന്റെ യുക്തി ഉപയോഗിച്ച് നീ പരീക്ഷിച്ചും നിരീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടറിഞ്ഞും ഒക്കെ നിനക്ക് സ്വാംശീകരിച്ചെടുക്കാമെങ്കിൽ എടുക്ക്. എന്നെക്കൊണ്ട് നിനക്ക് വല്ല ഗുണമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഞാൻ വിശ്വഗുരു തന്നെയാണ്. അത് ഞാൻ എനിക്കിട്ട പേരാ. അല്ല ആരിടും എനിക്ക് പേര്? വിശ്വഗുരു ആനന്ദ് അഘോരി മഹാരാജ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ നാമധേയം. പേരില്ലാത്ത എനിക്ക് ഇട്ട പേര്. ആനന്ദുള്ള എൻ്റെ സ്വരൂപത്തിൻ്റെ പേര്. ബാക്കി പുറത്തുള്ളത് എൻ്റെ ശിഷ്യന്മാർ മാറ്റുന്നതല്ലേ, ഞാനല്ല എൻ്റെ പേര് മാറ്റുന്നത്. എൻ്റെ ശിഷ്യന്മാർ വന്ന് സജസ്റ്റ് ചെയ്യും, ഗുരുജി ഇതാക്ക്, ഗുരുജി അങ്ങനെയാക്ക്, ഗുരുജി ഇങ്ങനെ വിളിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ശിഷ്യൻ, എനിക്ക് വിശ്വാസമുള്ള ശിഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടു, വിശ്വഗുരു എന്നാക്കുക. ഓ, വിശ്വഗുരു എന്നാക്കി. നാളെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റിയെന്നിരിക്കും. ഇനി ആരും സജസ്റ്റ് ചെയ്യില്ലെങ്കിൽ മാറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നോ മാറ്റാതിരിക്കുന്നോ ഒന്നുമില്ല. എനിക്കങ്ങനെ മാറ്റങ്ങൾ വിരക്തിയൊന്നും ഇല്ലല്ലോ. മാറിക്കൊണ്ടിരിക്കട്ടെ. മാറ്റത്തോട് എനിക്ക് കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ലല്ലോ. മാറിക്കോട്ടെ. പേരല്ലേ മാറുന്നുള്ളൂ, ഞാൻ മാറുന്നില്ലല്ലോ. ഞാൻ സനാതന സത്യമല്ലേ, എനിക്ക് മാറ്റമില്ല. പേരുകൾ മാറി മാറി വന്നോട്ടെ. ശരിക്കും പേരിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ തൻ്റെ പേര് ആരതി എന്നിട്ടില്ല എന്നിരിക്കട്ടെ, പേരില്ലാന്നിരിക്കട്ടെ, തന്നെ എങ്ങനെ വിളിക്കും? ഷൂഷു, ഏയ്, എടി, ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കാൻ പറ്റും. ജനറിക് വേർഡുകൾ ഉപയോഗിക്കും. സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വിളിക്കണം. നമ്പർ 937 അല്ലെ 1131 എന്നൊക്കെ വിളിക്കേണ്ടി വരില്ലേ? അതല്ലേ ഇപ്പൊ അങ്ങനെ ശിഷ്യർക്ക് ചിലപ്പോൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന ആൾക്ക് ഇന്ന നാമം കൊടുത്തതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കും? നിത്യമായ സ്വരൂപമല്ലേ നിന്റെ. അതുകൊണ്ട് ഞാൻ നിത്യ എന്ന് വിളിച്ചു. രൗദ്ര താണ്ഡവ ഭാവം ഒരു തീയിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് ഉണർത്തിയെടുക്കേണ്ടെങ്കിൽ, അതിലാണ് അവൾക്ക് സമ്പൂർണ്ണതയെങ്കിൽ അവളെ ഞാൻ രുദ്രാണി എന്ന് വിളിച്ചു. എല്ലായിടത്തും ഭദ്രം വരുത്തുന്നവളാണെങ്കിൽ അവളെ ഞാൻ കല്യാണി എന്ന് വിളിച്ചു. അങ്ങനെ അമ്മ മാതാസ്വരൂപം ഉണ്ടെങ്കിൽ എല്ലാത്തിനും പൊതുവിൽ അമ്മയെന്ന് ചേർക്കുമെങ്കിലും പ്രത്യേകിച്ചും അവളിൽ ആനന്ദം ഉറങ്ങിക്കിടക്കുന്നു. അത് ഉണർന്നുവെങ്കിൽ, അത് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ഉണർത്താൻ അവളും എൻ്റെ ഒപ്പം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾക്ക് ഞാൻ ആനന്ദിന് പേരിട്ടു. എങ്ങനെ പേരുകളിടും? അതിലൊക്കെ ഓരോ അർത്ഥമുണ്ട്. അങ്ങനെ കുമാരനും കല്യാണിയും ഒക്കെ എനിക്ക് ചുറ്റും നടക്കുന്നു. എനിക്ക് ചുറ്റും സുഗന്ധം പരത്തി നടന്നവളെ ഞാൻ തുളസി എന്ന് വിളിച്ചു. അങ്ങനെ മഹാരാജ് അങ്ങേ സ്വയം ഒരു റിസർച്ചറായിട്ട് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ഒരു റിസർച്ചർ ഉണ്ടോ? കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെൻ്റെ അമ്മ ഇങ്ങനെ, ഇതെൻ്റെ മാമ അങ്ങനെ,
മാമ പ്ലെയിൻ എന്താ ആകാശത്തോടെ പറക്കുന്നത്, ബോട്ട് എന്താ വെള്ളത്തിലൂടെ ഓടുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ കുട്ടികൾ? അപ്പോൾ അവരിലൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? എഡ്യൂക്കേഷൻ നമ്മുടെ ക്യൂരിയോസിറ്റിയെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. കാരണം എല്ലാത്തിനും ആൻസർ തരുന്നുണ്ട്. അഗ്നി എന്താണെന്ന് ചോദിച്ചാൽ അതിനും എന്തെങ്കിലും കണ്ടുപിടിക്കും. പക്ഷെ അഗ്നി എന്താണെന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യത്തിനും സത്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ സാധ്യമല്ല. ഇതുപോലെ ആധ്യാത്മിക സയൻറ്റിസ്റ്റുകളുണ്ട്. അവരും പുസ്തകങ്ങളിൽ നിന്ന് ഇതിനുള്ള ഉത്തരം കണ്ടെത്തി അത് ഫിക്സാക്കി വെച്ച് അതിന് ഉത്തരം കൊടുത്ത് ആധ്യാത്മിക ദാഹം തീർക്കാറുണ്ട്. അങ്ങനെയൊന്നും തീരുന്നതല്ല ഈ ദാഹം. ഈ റിസർച്ചിനുള്ള ക്യൂരിയോസിറ്റിയില്ലേ നിരന്തരം ഉണ്ടായിരിക്കും കുട്ടിയിൽ. ആ കുട്ടിയെപ്പോലെ മനസ്സായി തീരുമ്പോൾ ആ ക്യൂരിയോസിറ്റി വീണ്ടും ഉണരും. ഒന്നും അറിയാനല്ല, അത്ഭുതം ഉണ്ടാവും. ഇതെങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു, ഈ ആഹാരം എങ്ങനെ എൻ്റെ ശരീരമായിത്തീരുന്നു, അത്ഭുതം തോന്നില്ലേ? എൻ്റെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എൻ്റെ കൈകാലുകൾ എങ്ങനെ അനങ്ങുന്നു, ഇതിനൊക്കെ നമുക്ക് ഫിക്സ് ആയിട്ട് ആൻസേഴ്സ് ഉണ്ട് ഇന്ന്, ഇല്ലേ? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ അനുഭവമല്ലല്ലോ. അഘോരി ഇതിനൊക്കെ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. അഘോരി ഇതിലൊക്കെ അത്ഭുതം കൂറിയ ഒരു കുട്ടിയെ പോലെയാ. അറിയുന്നത് എന്തിനാ? തല നിറച്ചു വെക്കാനല്ലല്ലോ. അഘോരിക്ക് തലയിലൊന്നും ഇല്ലല്ലോ. പക്ഷെ അറിയും തോറും അഘോരിക്ക് ആനന്ദം വർദ്ധിക്കുന്നു. അഘോരിയുടെ ഈ റിസർച്ചുകളെല്ലാം ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു പ്രത്യേകിച്ച് പ്രയോജനം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അങ്ങനെ ചെയ്തിരുന്ന അവനെയല്ലേ ഋഷി എന്ന് വിളിച്ചത്. കവിതയും സയൻസും, അത് ശാസ്ത്രവും കവിതയും ഒന്നു ചേർന്നവനെ ഋഷി എന്ന് വിളിച്ചു. അഘോരി ഋഷിയാണ്. അതുകൊണ്ട് അഘോരി ഇതിൽ ആനന്ദിക്കുന്നു. ഇപ്പൊ പണ്ടത്തെ ഋഷികളെല്ലാം ഒരു റിസർച്ചേഴ്സ് ആയിരുന്നു. ഋഷി അർച്ചന അർച്ചന, ഋഷി പ്ലസ് റിസർച്ച്. അതുപോലെ മഹാരാജ് പണ്ടുണ്ടായിരുന്ന ഋഷിമാര് പല ഗുരുസ്വരൂപങ്ങളും എല്ലാം പല രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു ഫീൽഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പം മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാവാം അതില്, അല്ലെങ്കിൽ ആയുർവേദിക് മെഡിസിൻസ് പഠിച്ച് അല്ലെങ്കിൽ അതിൽ റിസർച്ച് നടത്തിയവരുണ്ടാവാം. പക്ഷെ അവരെന്നൊക്കെ പറയുന്ന കുറെ നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ച് ഇപ്പോഴും ഇപ്പോഴും ഒരു പ്രസന്റ് ആണ്. നമ്മളെപ്പോഴും അവരെ ഇപ്പോഴും സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പുതിയ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴും. അപ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ ആ ഒരു ടൈമിന്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ മുൻപോട്ട് നിൽക്കുന്നു, പല ജനറേഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? അവര് ചെയ്തത് സത്യത്തെ ആധാരമാക്കിയല്ലേ. അവരവരുടെ ആനന്ദ സമ്പൂർത്തിക്കായിക്കൊണ്ട് അവർ ആ റിസർച്ചിന് ഇറങ്ങിയത്. അവർ റിസർച്ചിന് ഇറങ്ങിയല്ല, അവർ ഈ സത്യത്തെ അനുഭവിച്ചു. ഈ സത്യത്തെ, ആത്മസത്യത്തെ അനുഭവിച്ചു. അതിനപ്പുറം കടന്നപ്പോൾ അവരെ ഈ പ്രകൃതിയാകുന്ന ആത്മസത്യം തന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. അതാണല്ലോ അവരുടെ ഫീൽഡ്. ഉള്ളിൽ അവർ ജനിച്ചപ്പോഴേ അതുണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി വന്നവരാണ്. അതിൻ്റെ പൂർണ്ണതയിലെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം അതിൽ തന്നെ അവർ ആനന്ദ തുല്യരായിരുന്ന് ഇതിനെ അനുവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്തിനെ? ഈ റിസർച്ചിനെ. അങ്ങനെ അവർ കൾമിനേറ്റ് ചെയ്യുക ഈ അന്തത്തിൽ സിദ്ധമായതിനെല്ലാം കൂടെ ചേർത്ത് വെച്ച് സിദ്ധാന്ത പ്രധാനമായ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. അല്ലേ പ്രകൃതി അവരിലൂടെ രചിപ്പിച്ചു, അല്ലെ രചിപ്പിക്കപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മളിന്ന് കാണുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ. അതെന്നും നിലനിൽക്കും. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യങ്ങളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പഴയ കാലത്തുണ്ടായിരുന്ന പ്രസക്തി എന്തോ അത് ഇന്നുമുണ്ട്. അങ്ങനെ പ്രസക്തമായ കാര്യങ്ങൾ ഓരോരുത്തരെയും സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കും, അല്ലേ? എല്ലാവർക്കും ഒരേ ശാസ്ത്രം അല്ലല്ലോ വേണ്ടത്. ആ ശാസ്ത്രങ്ങളെ നമ്മൾ പഠിച്ച് നമ്മളതിനെ ജീവിതത്തെ അനുവർത്തിച്ച് നോക്കി സ്വന്തമാക്കും. അപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞരാകും. നമുക്കും അത്ഭുതം തോന്നും. നമ്മൾ വീണ്ടും റിസർച്ച് ചെയ്ത് അതിനെ കൂടുതൽ ഉത്തരോത്തരം സുന്ദരമാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തിനു വേണ്ടി? ഇതൊരു ആത്മസാധനയാണ്. ആത്മസാധകരെന്നും എന്നും നിലനിൽക്കും. ഇതിലെന്തെങ്കിലും പ്രക്ഷിപ്തങ്ങൾ, അത് തെറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഇത് ആത്മത്തിൽ നിന്ന് രചിക്കപ്പെട്ട അല്ലെങ്കിൽ കാലക്രമത്തിൽ അവ ക്ഷയിച്ചു പോകും. അത് നിൽക്കുന്നതല്ല. കാലത്തിന് ആവശ്യമില്ലെങ്കിൽ അതും ക്ഷയിച്ചു പോകും. ക്ഷയിച്ചു പോകാന്ന് വെച്ചാൽ ഇതെല്ലാം ആകാശിക് റെക്കോർഡിംഗ് ആയിട്ട് എല്ലായ്പ്പോഴും ഉണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ട്യൂണിങ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ക്ലൗഡിൽ നിന്ന്. അതിൻ്റെ കണക്ഷൻ വേണം, ഒരു പാസ്വേഡ് വേണം, ലിങ്ക് വേണം. അതിൻ്റെ പേരാ ഗുരു. ആ തത്വമായിട്ട് കണക്ട് ആകുമ്പോൾ ഇതൊക്കെ ഈ ആകാശിക് റെക്കോർഡൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ആ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവരെ റെക്കോർഡ് ചെയ്ത് വെച്ച് പോയവരുടെ റെക്കോർഡാണ് നിലനിൽക്കുന്നത്. അവരെയാണ് നമ്മളിന്ന് ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അനുവർത്തിക്കാൻ ശ്രമിക്കുന്നതും. മനസ്സിലായോ? ഇപ്പൊ ഒരു ഗുരുകുല സമ്പ്രദായത്തില് ഇപ്പൊ ഈ പറഞ്ഞ അറിവുകളൊക്കെ എങ്ങനെയാ ഒരു സാധാ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്? അനേകം ഗുരുക്കന്മാരല്ലല്ലോ ഗുരുകുലത്തിൽ പഠിപ്പിക്കുക, ഒരു ഗുരുവ അല്ലേ? ഉദാഹരണത്തിന് നിങ്ങൾ അനന്താമി വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? നിങ്ങൾക്ക് ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റും ഇല്ലേ? പലവിധ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റും, അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അത് 3 ഭാഷക്കാർക്കും അക്സസിബിൾ ആണ് അല്ലേ? നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ പഠിക്കാനില്ല? ഒരു ജീവിതത്തിന് ആവശ്യമായ സമസ്ത കാര്യങ്ങളുമുണ്ട്. വ്യായാമങ്ങൾ, രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള ഔഷധങ്ങളുടെ നിർമ്മാണം, പൂജ, സാധന, ആരാധന, ധ്യാനം, മറ്റനേകം തന്ത്രവിദ്യകൾ. ഇന്ന് ലോകത്ത് പ്രസക്തമായിരിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷനെ പറ്റി, പലവിധ ഒഴിച്ചിലുകളെ പറ്റി, ശരീര സംരക്ഷണത്തിനുള്ള ഉപാധികളെ പറ്റി, എന്തിനു വേണം നിങ്ങൾക്ക് പ്ലംബിങ്ങോ ഇലക്ട്രിക്കൽ വർക്കോ എല്ലാം അവിടുന്ന് പഠിക്കാം അല്ലേ? ഏകതത്വത്തിനെല്ലാം പഠിക്കാൻ പറ്റുന്നില്ലേ? ഇതെന്താ ഇന്ന് മാത്രം ഉണ്ടായിരുന്നതാണോ? ഇത് പഴയ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർ നിലനിന്നു. അവരെയാണ് ഗുരുക്കന്മാരെന്ന് വിളിച്ചിരുന്നത്. ഗുരു തന്നെ ആചാര്യനും ഗുരു തന്നെ അധ്യാപകനും ഗുരു തന്നെ നിന്നെ ആ സത്യത്തെ അനുഭവിപ്പിക്കുന്ന യോഗീശ്വരനും. ആ ഗുരുവിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് മനസ്സിൽ നിന്നാണ് വരുന്നത്. അത് മറക്കരുത്. ഇന്ന് അതുപോലെയാണോ എഡ്യൂക്കേഷൻ? വിവിധ അധ്യാപകരെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. അത് അവർ അനുഭവിച്ചതാണോ? അല്ല. അവർ കാണാപ്പാഠം പഠിച്ചതും പലതിലും അവർക്ക് വിശ്വാസം പോലും ഇല്ല. അങ്ങനെയുള്ളവർ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതല്ലേ? പക്ഷെ ഇന്ന് കാലത്ത് അത് ഒഴിവാക്കാവുന്നതാണോ? ഇന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഇല്ലേ? ഈ വിദ്യാഭ്യാസം നമുക്കിട്ട് ലഭിക്കുന്നുമില്ല. വിദ്യ അഭ്യസിപ്പിക്കുന്നവനാണ് ആചാര്യൻ, അധ്യാപകൻ. ഇപ്പോഴത്തെ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ അങ്ങേക്ക് ഇത്ര നാളത്തെ റിസർച്ച് കൊണ്ട് അല്ലെങ്കിൽ അങ്ങ് നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങേക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ട്? തീർച്ചയായും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ ഫോൾട്ടൊന്നും കാണുന്നില്ല. കെമിസ്ട്രി പഠിക്കേണ്ടതാണ്, ഫിസിക്സ് പഠിക്കേണ്ടതാണ്, ബയോളജി പഠിക്കേണ്ടതാണ്, മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതാണ്. പക്ഷേ കാർപ്പൻട്രി പഠിക്കേണ്ടതാണ്, പ്ലംബിങ് പഠിക്കേണ്ടതാണ്, ഇലക്ട്രിക്കൽ വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്, കഞ്ഞി വെക്കാൻ പഠിക്കേണ്ടതാണ്, കറി വെക്കാൻ പഠിക്കേണ്ടതാണ്, കൃഷി ചെയ്യാൻ പഠിക്കേണ്ടതാണ്, ആയോധനകളെല്ലാം അഭ്യസിക്കേണ്ടതാണ്. ഇതൊക്കെ ഇന്നും പഠിപ്പിക്കാമല്ലോ. ഇന്നൊരാൾക്കതെല്ലാം കൂടെ പഠിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ കുറച്ച് അധ്യാപകര്, പക്ഷെ അവരെല്ലാവരും ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പുതിയൊരു ആരോഗ്യപരവും ആനന്ദ സമ്പൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ്. ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാനായിരിക്കണം. അതിന് ഉത്തരവാദിത്വമുള്ള അധ്യാപകർ ഉണ്ടായി വരണം. ഉത്തരവാദിത്തമുള്ള അധ്യാപകർ ഇന്ന് കാലത്തിനനുസൃതമായ വിഷയങ്ങളെ പഠിപ്പിക്കണം. പക്ഷെ അവരിലും ഈ സത്യത്തിൻ്റെ അറിവ്, സത്യജ്ഞാനം, സത്യം ഉണരാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സത്യത്തിലേക്കുള്ള ജ്ഞാനമെങ്കിലും ഉണർന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെ വിദ്യയെ അഭ്യസിപ്പിക്കാൻ പാടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ നാം കാണുന്ന ഒരു കുറവ്. അല്ലാതെ ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ഇപ്പം അങ്ങ് സംസാരിച്ച ഇതിൻ്റെ അകത്ത് ഒരു നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് നമ്മൾ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അവർ ശരിക്കും ആ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഒരാൾ ചൂസ് ചെയ്യുന്നത്? അയാളുടെ ഡ്യൂട്ടി ഇന്നതാണ്, അയാളുടെ കർമ്മം അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധർമ്മം ഇതാണ് എന്നെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ വിഷയത്തിലേക്ക് ആനന്ദം ഉണ്ടാവും. അത് ചെയ്യാനും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനും ഒബ്സഷൻ അല്ല, ആനന്ദം ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി എല്ലായ്പ്പോഴും ആയിരിക്കണ്ടേ? അധ്യാപകൻ എപ്പോഴും കൗതുകം ഉണ്ടാവണ്ടേ? ഇന്ന് അതിന് പകരം നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിരിക്കുക, അത് കാണാപ്പാഠം പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അധ്യാപകൻ ആ വിഷയത്തിൽ താല്പര്യം പോലും ഇല്ലല്ലോ. ഇന്ന് പലതും പഠിപ്പിക്കുന്നവർക്ക് ആ വിഷയത്തിൽ താല്പര്യം ഇല്ലാത്തവരാണ്. പിന്നെ എങ്ങനെ കുട്ടികളില്ലാത്തുണ്ടാവും? പിന്നെ കുട്ടികളെയും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഇന്ന് താല്പര്യമുണ്ടോ? അതുമില്ല. പണ്ട് വിദ്യ എല്ലാവർക്കും അവകാശപ്പെട്ടായിരുന്നില്ല, വിദ്യാർത്ഥിക്ക് മാത്രമായിരുന്നു. ഇന്ന് സ്റ്റുഡൻസിന് എല്ലാം വിദ്യ കൊടുക്കുന്നു. വിദ്യയാണോ അത്? അത് അജ്ഞാനമായി തീരുന്നു. കാരണം വേറൊന്നുമല്ല, അവിടെ അധ്യാപകൻ ആസ്വദിക്കാത്തത് കൊണ്ടാണ്.
ചില അധ്യാപകരോട് നമുക്ക് താല്പര്യം തോന്നാറില്ലേ? അവർ പഠിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടം തോന്നാറില്ലേ? പക്ഷെ എന്തുകൊണ്ട് ചിലരോട് ഇഷ്ടം തോന്നുന്നില്ല? അത് ശ്രദ്ധിച്ചാൽ അറിയാം. അവർ ഇഷ്ടത്തോടെ പഠിക്കുന്നില്ല, ഇഷ്ടത്തോടെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടല്ലേ? സ്നേഹത്തോടെ പഠിക്കുന്നില്ല, സ്നേഹത്തോടെ പഠിപ്പിക്കുന്നില്ല. ഇതാണ് ഒരു കുറവായിട്ട് കാണപ്പെടുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായവർ മാത്രം പഠിപ്പിക്കട്ടെ, അതിന് ആഗ്രഹമായുള്ളവർ മാത്രം ആ വിഷയങ്ങൾ പഠിക്കട്ടെ. അടിസ്ഥാന കാര്യം മാത്രം പഠിച്ചാൽ പോരെ? മറ്റു കാര്യങ്ങൾ ആവശ്യക്കാരൻ മാത്രം പഠിച്ചാൽ മതിയാവും. എങ്കിലേ ജീനിയസ് ഉണരുകയുള്ളൂ. അല്ലെങ്കിൽ വെറും സാധാരണ ആവറേജ് ആൾക്കാരെ നമ്മൾ ഇന്ന് സൃഷ്ടിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല ജോലിക്കാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിത്വ നിർമ്മാണത്തിന് ഇന്നത്തെ എഡ്യൂക്കേഷൻ സഹായിക്കുന്നില്ല. പേഴ്സണാലിറ്റിയെ സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഒരു ഇൻഡിവിസിബിൾ നേച്ചർ ഉണ്ട് ആളുകളിൽ. അതിൻ്റെ പേര് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം. ആ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മളിന്ന് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അതിനോട്ട് ഉണർത്തിയെടുക്കാനും ഉയർത്തിയെടുക്കാനും നമ്മൾ ശ്രമിക്കുന്നുമില്ല. അതിൻ്റെ സത്യത്തിൽ ഉണർത്തണ്ട, അതിനൊന്ന് കണ്ടാൽ മതി, ഉണർന്നോളും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ്? സമൂഹത്തിൽ നമ്മൾ സൃഷ്ടിച്ചു വരിക ചില പാരാമീറ്റേഴ്സിനനുസരിച്ച് കുട്ടികളെ പഠിച്ച് ഉണർത്തിക്കൊണ്ടുവരിക, ഒരു ബന്ധനത്തിൽ ആക്കുക എന്നുള്ളതാണ്. എങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ വർക്കിംഗ് കമ്മ്യൂണിറ്റി. ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതിനകത്തൊരു പ്രേമം, ഒരു വൈബ്രൻസി, ഒരു ആത്മാർത്ഥത, ഒരു സ്നേഹം, ഒരു റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കേണ്ടി വരും. കൂടാതെ സത്യജ്ഞാനവും അതിലുണ്ടാവണം.